ഹലോ. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 3 ആൻഡ് 4 പറ്റി കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഏതൊക്കെയാണ് ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ് എന്ന്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ചാപ്റ്റർ 5 ആണ്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണെന്നും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ ചാപ്റ്ററിൽ മറ്റ് ചാപ്റ്റേഴ്സ് പോലെയല്ല, ടോപ്പിക്കുകൾ വളരെ കുറവാണ്. ആ ഉള്ള ടോപ്പിക്കുകളിൽ നിന്നായിരിക്കും അപ്പം ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും. അപ്പം നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിലെ ആ ഫ്യൂ ടോപ്പിക്സേ ഉള്ളൂ, അത് നിർബന്ധമായിട്ടും കവർ ചെയ്തിരിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഡിഫറൻസ് ക്വസ്റ്റ്യൻ ആണ്. ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണ്, ഫിസിക്കൽ ക്യാപിറ്റൽ എന്താണ്? ഹ്യൂമൻ ക്യാപിറ്റലും ഫിസിക്കൽ ക്യാപിറ്റലിൻ്റെയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. ഒരു 3 അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഹ്യൂമൻ ക്യാപിറ്റൽ വേഴ്സസ് ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിന് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ അല്ലെങ്കിൽ ആ ഒരു ക്യാപിറ്റലിനെ ബാക്കി ഫിസിക്കൽ ക്യാപിറ്റൽ പോലെയല്ല കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ? ഈ ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഫോർമേഷന് എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഒരു ഗവൺമെൻറ് എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു? അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. 4 പോയിന്റുകളാണ് നിങ്ങൾ ആ ഒരു ആൻസർ എഴുതേണ്ടത്. ഒരു 4 പോയിന്റ്സ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾ അടുത്തായിട്ട് ചോദിക്കുന്നത് സോഴ്സസ് ആണ്. ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ്? ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ്? ഏതൊക്കെയാണ് 2 സോഴ്സസ്? എഡ്യൂക്കേഷൻ സെക്ടറും ഹെൽത്ത് സെക്ടറും. എഡ്യൂക്കേഷൻ സെക്ടറും ഹെൽത്ത് സെക്ടറും 2 ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പം എഡ്യൂക്കേഷൻ സെക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടർ എങ്ങനെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന് കാരണമാകുന്നു, അതിൻ്റെ ആ ഒരു സോഴ്സ് എന്തുകൊണ്ടാണ് അതിനെ സോഴ്സ് എന്ന് വിളിക്കുന്നത് എന്ന ടോപ്പിക്കാണ് അവിടെ ചോദിക്കുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കൂടുതൽ തവണയും എക്സാമിന് ചോദിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഈ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടർ എങ്ങനെയാണ്? അതായത് നമ്മുടെ എലിമെൻ്ററി എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, അതല്ലെങ്കിൽ വൊക്കേഷണൽ ട്രെയിനിങ്, അങ്ങനെയുള്ള വുമൺ എഡ്യൂക്കേഷൻ. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സെക്ടേഴ്സിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ ഇന്ത്യ ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ഒരു 5 to 8 മാർക്സിന് ചോദിക്കും. 5 or 8 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നോർമലി ചോദിച്ചു വരുന്നത്. അടുത്തൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ടേമിനെ പറ്റി എഴുതാനായിട്ടാണ് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കും. ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്താണ്? GER അല്ലെങ്കിൽ ഗ്രോസ് എൻറോൾമെൻറ്റ് ഇൻഡെക്സ് എന്താണെന്ന് എക്സാമിന് ചോദിക്കും. ഒരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നോർമലി ചോദിക്കുന്നത്. എന്താണ്? നമ്പർ ഓഫ് ആക്ച്വൽ സ്റ്റുഡൻസ് എൻറോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ സ്റ്റുഡൻസ് എൻറോൾഡ്. നമ്പർ ഓഫ് ആക്ച്വൽ സ്റ്റുഡൻസ് എൻറോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ സ്റ്റുഡൻസ് എൻറോൾഡ് എന്ന ഒരു ടോപ്പിക്കിനെയാണ് എന്ത് വിളിക്കുന്നത്? ആ ഒരു റേഷ്യോയാണ് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ദെൻ നീഡ് ടു പ്രൊമോട്ട് വുമൺ എഡ്യൂക്കേഷൻ. അത് നോർമലി എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. വുമൺ എഡ്യൂക്കേഷൻ എന്തിനു പ്രൊമോട്ട് ചെയ്യണം? വുമൺ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യേണ്ട അതിൻ്റെ നീഡ്സ് എന്തൊക്കെയാണ്? ആ ഒരു ക്വസ്റ്റ്യൻ 3 or 4 മാർക്സിനാണ് ചോദിച്ചു വരുന്നത്. ദെൻ വീക്ക്നെസ് ഓഫ് എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് അവിടുത്തെ വരുന്ന ഒരു പോരായ്മകൾ, ഡ്രോബാക്കുകൾ എന്തൊക്കെയാണ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയും എഴുതണം. ഓക്കെ, എന്തൊക്കെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫിസിക്കൽ ക്യാപിറ്റൽ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ്? ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സെക്ടറിനെ പറ്റിയുള്ള ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ ആ ഒരു സ്ട്രക്ചറിനെ പറ്റി, പിന്നീട് വുമൺ എഡ്യൂക്കേഷന് എന്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, എന്താണ് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ, പിന്നീട് വീക്ക്നെസ് ഓഫ് എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ ഇന്ത്യ. കൂടുതലും എഡ്യൂക്കേഷൻ സെക്ടറിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. ഒന്നെങ്കിൽ വീക്ക്നെസ് ആയിരിക്കാം, അല്ലെങ്കിൽ വുമൺ എഡ്യൂക്കേഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റി ആയിരിക്കാം. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. അപ്പം ഇതിൻ്റെയൊക്കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കണ്ടല്ലോ. ഈ ടോപ്പിക്ക് ചോദിക്കുവാണെങ്കിൽ എത്ര മാർക്കിന് വരാം. അപ്പോൾ ആ ഒരു ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ഡിസ്കഷൻസിലെല്ലാം എല്ലാ ചാപ്റ്ററിലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും പഠിച്ചു. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് മാർക്ക് മേടിക്കാനായിട്ട് ആരും പോകരുത് കേട്ടോ. നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പോകും. അപ്പം നിങ്ങൾക്ക് പാസ്സാകാനായിട്ടൊക്കെ നിങ്ങൾ നോക്കുന്നവരുണ്ട്. അങ്ങനെ ടൈം ഇല്ലാത്തവരാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് പോവുക.
അപ്പം തന്നെ നിങ്ങൾക്ക് 8 മാർക്ക് ഒരു essay ക്വസ്റ്റ്യൻ കിട്ടും. 2 essay ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ 16 മാർക്ക് കിട്ടും. പിന്നെ കുറച്ച് MCQ എഴുതി തന്നെ പാസ്സാവും. അങ്ങനെ പാസ്സാകാനായിട്ട് ആരും പോകരുത്, എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് തന്നെ പോകണം. എങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട പോയിന്റുകൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയാസുകൾ ഫോക്കസ് കൊടുക്കുക, എങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓൾ ദി ബെസ്റ്റ്.